അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് MLA ഇതുപോലെ ലൈവായിട്ട് വന്ന് വെള്ളത്തിൽ ചാടി ഇറങ്ങി റെസ്ക്യൂ ചെയ്യുന്നത്. ഞാൻ ലൈവായിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഞാനൊരു പാർട്ടി അനുഭാവിയല്ല, ആദ്യമേ പറയാം. ചിലർ ആടിനെ കൊണ്ടുവരാതെ ഞങ്ങൾ വരില്ല എന്ന് വാശി പിടിച്ചു. അങ്ങനെ MLAയുടെ സ്ഥാനത്ത് MLA തന്നെ വന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് ആടിന് MLA ഇരുന്ന വണ്ടിയിൽ തന്നെ ബോട്ടിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിനെ കൂടെ തിരിച്ചിവിടെ കൊണ്ടുപോകും. സേഫായിട്ടാണ്. ഞങ്ങൾ ബോട്ടിലാണ് MLA ഉണ്ടായിരുന്നത്. ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഭക്ഷണ ഒരു പ്രാവശ്യം പോയി, ഇനി അടുത്തൊരു ട്രിപ്പും കൂടെ കൊണ്ടുപോകാണ്. കുറച്ച് മെഡിസിൻസ് സാധനങ്ങളും കൂടെ വരാനുണ്ട്. അപ്പോൾ അതും കൂടെ വന്നിട്ട് ഒറ്റ ടൈപ്പിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മെഡിസിൻ ഇപ്പോൾ എത്തും. അവിടെ നിന്ന് ഒരു 10 സാധനം ആയതുകൊണ്ട് നമ്മൾ അതും കൂടെ എത്തിച്ചതിന് ശേഷം പോകാൻ വേണ്ടി റെഡിയാൻ നിൽക്കുക. ഭക്ഷണം സാധനങ്ങൾ ഓൾമോസ്റ്റ് ആയി. ഇനി കുറച്ച് കപ്പ അങ്ങനെ ഇന്നത്തെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, ഫുഡ്. അതും കൂടെ വന്ന് മെഡിസിൻ കൂടെ കിട്ടിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോകും. ഒരു 10 മിനിറ്റിനകത്ത് എത്തും. അവിടെ ഒരു ഭാഗത്തൊരു 40-40ഓളം വീട്ടുകാർ ഉയർന്ന പ്രദേശത്ത് തന്നെ താമസിക്കുന്നു. പക്ഷേ അവർ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അവർക്ക് അടിയന്തരമായിട്ട് വെള്ളവും ഭക്ഷണ സാധനങ്ങളും മെഡിസിൻസും എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കപ്പയോ അങ്ങനെയുള്ള അരിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് ജനപ്രതിനിധികളോട് അറിയിച്ചിട്ടുണ്ട്. അവരെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ മെഡിസിൻ എന്തൊക്കെയാണ് അവിടേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട? മെഡിസിൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ ഡോക്സിസൈക്ലിൻ അങ്ങനത്തെ ഒന്നും അല്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ ഇവിടെ കൊടുത്തു. അപ്പം സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്, എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്താൻ വേണ്ടിയുള്ള ഷിബു മെമ്പർ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഇന്നലെ വൈകിട്ട് മുതൽ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഇന്നലെ രാവിലെ മുതൽ അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. സാധനങ്ങൾ സേഫ് ആയിട്ടുള്ള വീട്ടുകളിൽ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. സേഫ് അല്ലാതെ കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളിലെ ആൾക്കാരെ നമ്മൾ തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ക്യാമ്പുകളിൽ അവിടെ നിന്ന് ക്യാമ്പിലേക്ക് ആളിനെ കൊണ്ടുവരുന്നതായിരുന്നു പരിപാടി. പിന്നെ മൃഗങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ചിലർ ആടിനെ കൊണ്ടുവരാതെ ഞങ്ങൾ വരില്ല എന്ന് വാശി പിടിച്ചു. അങ്ങനെ MLAയുടെ സ്ഥാനത്ത് MLA തന്നെ വന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് ആടിന് MLA ഇരുന്ന വണ്ടിയിൽ തന്നെ ബോട്ടിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിനെ കൂടെ തിരിച്ചിവിടെ കൊണ്ടുപോകും. സേഫായിട്ടാണ്. ഞങ്ങൾ ബോട്ടിലാണ് MLA ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് MLA ഇതുപോലെ ലൈവായിട്ട് വന്ന് വെള്ളത്തിൽ ചാടി ഇറങ്ങി റെസ്ക്യൂ ചെയ്യുന്നത്. ഞാൻ ലൈവായിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഞാനൊരു പാർട്ടി അനുഭാവിയല്ല, ആദ്യമേ പറയാം. ഇപ്പോൾ വെള്ളം അല്പം കുറഞ്ഞിട്ടുണ്ടല്ലേ? വെള്ളം കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും അടുത്ത മഴയിൽ വീണ്ടും കയറുന്നുണ്ട്. കുറഞ്ഞു. ചെറുതായിട്ട് രാത്രി അല്പം കുറഞ്ഞു. രാവിലെ നല്ല മഴയായിരുന്നു. റോഡ് വെള്ളം കുറഞ്ഞാലും ഈ ഇടവഴികളിലെ വെള്ളം കുറഞ്ഞിട്ടില്ല.